ചില്ലുപേടകങ്ങളെല്ലാം വൃത്തിയാക്കി ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ ഭൗതിക ശരീരം പുറത്തേക്കെടുക്കുന്നുണ്ട്. തൊട്ടടുത്താണ് ജുമാ മസ്ജിദ്. ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകുമ്പോൾ അവരുടെ പെട്ടികൾ തയ്യാറായി കഴിഞ്ഞു. മോർച്ചറികളിൽ നിന്നുള്ള ഫ്രീസറുകളിൽ നിന്ന് ഇനി അവർക്ക് അന്ത്യയാത്രയ്ക്കൊരുങ്ങുന്ന സുരക്ഷിതമായ പേടകങ്ങളിലേക്ക് മാറാം. അഷ്കറുണ്ട്. അഷ്കർ, അവരെ ഇപ്പോൾ ഫ്രീസറിൽ നിന്ന് ഈ പേടകത്തിലേക്ക് മാറ്റുകയാണ്. അന്ത്യയാത്രാമൊഴിയാണ്. ദിക്റുകൾ ചൊല്ലി അവരെ ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകും. ഒരു ഭാഗത്ത് 4 പേർക്കും അന്ത്യവിശ്രമത്തിനുള്ള ഖബറിടങ്ങൾ. അവരെ ഇപ്പോൾ അന്ത്യയാത്രയ്ക്കുള്ള പെട്ടിയിലേക്ക് മാറ്റാൻ പോവുകയാണല്ലേ അഷ്കർ? അരുൺ, ഇവിടെ നിന്നും ഫ്രീസറുകളിലുണ്ടായിരുന്ന മൃതദേഹം ഇപ്പോൾ മയ്യത്ത് കട്ടിലുകളിലേക്ക് മാറ്റുകയാണ്. അങ്ങനെയാണ് പള്ളിയിലേക്ക് കൊണ്ടുപോവുക. 4 മയ്യത്ത് കട്ടിലുകളിലായി 4 പേരെയും ഒരുമിച്ച് കാൽനടയായിട്ടാണ് ഇവിടെ നിന്ന് കൊണ്ടുപോവുക. ഇവിടെ ഇതിൻ്റെ പൊതുദർശനം ഇപ്പോൾ അവസാനിപ്പിച്ചിരിക്കുന്നു. 4 പേരുടെയും മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ആ 4 പേരുടെയും 4 മയ്യത്ത് കട്ടുകളിലായി ഒരുമിച്ചാണ് ഇവിടെ നിന്നും കൊണ്ടുപോവുക. ഒരുമിച്ച് ഇവിടെ നിന്ന് തുപ്രാട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകും. ഇവിടെ നിന്ന് 100 മീറ്റർ ദൂരം മാത്രമാണ് ഈ പൊതുദർശനം നടക്കുന്ന കരിമ്പനക്കൽ ഹാളിൽ നിന്നും 100 മീറ്റർ ദൂരം മാത്രമാണ് ഇത്തരത്തിൽ പൊതുദർശന ഹാളിൽ നിന്നും 100 മീറ്റർ ദൂരം മാത്രമാണ് ഈ ജുമാ മസ്ജിദിലേക്കുള്ളത്. ജുമാ മസ്ജിദിൽ നിന്നും തൊട്ടടുത്ത് അതിനോട് ചേർന്ന് തന്നെയാണ് ഇവർക്കുള്ള ഖബറുകൾ ഒരുക്കിയിരിക്കുന്ന ഖബർസ്ഥാൻ. ആ ഖബർസ്ഥാനിൽ ഇവർക്ക് 4 പേർക്ക് വേണ്ടി ഒരുമിച്ച് അവസാന അന്ത്യവിശ്രമം കൊള്ളുന്നതിന് വേണ്ടിയുള്ള അവസാന ഖബർ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 4 പേർക്കും ഒറ്റ മേൽഖബറായിക്കൊണ്ട്, ഒറ്റ മേൽക്കൂരയായിക്കൊണ്ട് 4 അടിക്കബറുകളിലായി ഒരു ഖബർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ആ ഖബർ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. അടിക്കബറുകൾ മാത്രമാണ് വ്യത്യാസമുള്ളത്. അങ്ങനെ 4 പേരുടെ ജീവിതയാത്ര, അതുപോലെ തന്നെ അവരുടെ മരണത്തിലേക്കുള്ള യാത്രയും അവസാനം മരണത്തിന് ശേഷം നാട്ടുകാർക്ക് മുമ്പിലും അവസാനം അവരുടെ അവസാന അന്ത്യവിശ്രമ സ്ഥലത്തേക്കുമെല്ലാം അവർ ഒരുമിച്ച് തന്നെ ഇപ്പോൾ പോകുന്നവരും അതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നേരത്തെ തന്നെ മതപരമായിട്ടുള്ള ചടങ്ങുകളൊക്കെ തന്നെ നേരത്തെ പൂർത്തിയാക്കിയിരുന്നു. ഇനിയും മയ്യത്ത് നമസ്കാരം മാത്രമാണ് ബാക്കിയുള്ളത്. അതിനുശേഷം ഖബറടക്കൽ ചടങ്ങുകളും ഉണ്ടാവും. എന്തായാലും ഉച്ചയ്ക്ക് 12:30 മുമ്പായി തന്നെ എല്ലാ സംസ്കാര ചടങ്ങുകളും പൂർത്തിയാക്കാനാണ് ഇപ്പോൾ നാട്ടുകാരും കുടുംബവും തീരുമാനിച്ചിരിക്കുന്നത്. അത് ഇന്ന് ഓരോരുത്തരെ ജുമാ മസ്ജിദിലേക്ക് മാറ്റുകയാണ് അഷ്കർ. വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയാണ്. ഒരു നാട് തങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞനുജത്തിമാർക്ക് അന്ത്യയാത്രാമൊഴി നൽകി മയ്യത്ത് കട്ടിലിൽ അവരുടെ മയ്യത്തെടുത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് ഇനി പ്രേക്ഷകർ കാണുക. ഇവരെ വരിവരിയായി കൊണ്ടുപോകും. ഇതുവരെയും കൈപിടിച്ച് നടന്നിരുന്ന മനുഷ്യർ മറ്റുള്ളവരുടെ തോളിലേറി മയ്യത്ത് കട്ടിലിൽ ഖബറിടങ്ങളിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ഏറെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിക്കുന്നത്. മയ്യത്ത് കട്ടിൽ ഇപ്പോൾ മൂടിയിട്ടുണ്ട്. അഷ്കർ, ഓരോരുത്തരെയായി മയ്യത്ത് കട്ടിലിലേക്ക് ഇറക്കുകയാണല്ലേ? ഓരോരുത്തരായി മയ്യത്ത് കട്ടിലേക്ക് ഇറക്കുകയാണ്. അതിന് മുമ്പായി അവർ ഉറ്റവർക്ക് അവസാനമായി ഫ്രീസറുടെ മറയില്ലാതെ അവരൊന്ന് നേരിട്ട് കാണിച്ചു കൊടുക്കുന്നുമുണ്ട്. അവരുടെ മാതാപിതാക്കളെയൊക്കെയാണ് അവർ ഒരു സംശയമുണ്ട്. ഇനി മയ്യത്ത് കട്ടിൽ ഖബറിൽ ഇറക്കുന്നത് വരെ തുറക്കില്ലേ? ഇനി എത്തുന്നവർക്ക് കാണാൻ കഴിയുമോ ഇവരുടെ ഈ മുഖം? അരുൺ, ഇനി ഇവിടെ നിന്നും പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ വളരെ അടുത്ത ബന്ധുക്കൾക്ക് മാത്രം അത്യാവശ്യമാണെങ്കിൽ മാത്രമേ കാണിച്ചു കൊടുക്കാറുള്ളൂ. അതല്ലാതെ ഒരു പൊതുദർശനം ഇനി ഉണ്ടാവില്ല. പള്ളിയിലെത്തിയാലും പൊതുദർശനം ഉണ്ടാവില്ല. ഇത്തരത്തിലൊരു പെൺകുട്ടിയുടെ സഹോദരി എത്താനുണ്ട്. ആ സഹോദരിക്ക് ഒരു പക്ഷേ അതിന് കാണാനുള്ള സൗകര്യം ഒരുക്കി നൽകും. അതിനപ്പുറത്തേക്ക് ഇനി കൂടുതൽ ആളുകളെ കാണിച്ചു നൽകുക. പള്ളിയിൽ മറ്റൊരു പൊതുദർശനം ഉണ്ടായില്ല. പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് മയ്യത്ത് കട്ടിലിൻ്റെ അതിൻ്റെ മേൽമൂടി മാത്രം മാറ്റി മയ്യത്ത് കട്ടിലിൽ നിന്നും അവിടെ വെച്ചുകൊണ്ട് തന്നെ മയ്യത്ത് കട്ടിൽ വെച്ചുകൊണ്ട് തന്നെയാണ് മയ്യത്ത് നിസ്കാരം നടത്തുക. അതിനുശേഷം 4 പേരുടെയും ഒരുമിച്ച് വെച്ചുകൊണ്ട് തന്നെ മയ്യത്ത് നമസ്കാരം നടത്തും. അതിനുശേഷം 4 പേരെയും ഈ മയ്യത്ത് കട്ടിലിന് മേൽമൂടി തിരികെ വെച്ച് ഒരുമിച്ച് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. ഖബർസ്ഥാൻ വെച്ചുകൊണ്ടാണ് പിന്നെ
മയ്യത്ത് കട്ടിയിൽ നിന്നും മൃതദേഹം സംസ്കാര ചടങ്ങിന് വേണ്ടി പുറത്തെടുക്കുക. അതിന് അപ്പുറത്തേക്ക് ഇനി ഒരു പൊതുദർശനമോ ആളുകൾ കാണിക്കുന്ന നടപടിക്രമങ്ങൾ ഒന്നുമില്ല. ഇനി ഇവരുടെ അവസ്ഥ കാണാനും എല്ലാവർക്കും കാണിച്ചു നൽകിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇവരെ യാത്രയാക്കുന്നത്. ഒരുപാട് നേരം വളണ്ടിയർമാരും പോലീസ് ഉദ്യോഗസ്ഥരും അടക്കം ഒരുപാട് നേരം കഷ്ടപ്പെട്ടാണ് വളരെ വേഗത്തിൽ തന്നെ ഇത്തരത്തിൽ പൊതുദർശനം പൂർത്തിയാക്കിയത്. വളരെ വേഗത്തിൽ ഇവർ കടത്തിവിട്ടുകൊണ്ട് ആളുകളെ കൃത്യമായി നിയന്ത്രിച്ചുകൊണ്ട് കടത്തിവിട്ടുകൊണ്ട് തന്നെ ഇപ്പോൾ പൊതുദർശനം പൂർത്തിയാക്കി മൃതദേഹങ്ങൾ ഓരോന്നും ഇത്തരത്തിൽ മയ്യത്ത് കെട്ടിലേക്ക് മാറ്റുകയും ചെയ്തിരിക്കുന്നു. ഇനി ജനാസ ഈ മൃതദേഹം കാണുന്നതിന് വേണ്ടി ആരും ഇനി പൊതുദർശന ഹാളിലേക്ക് വരരുത് എന്നുള്ള നിർദ്ദേശം ഔദ്യോഗികമായി ഇപ്പോൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ ഇനി ആരും ഇതിനെ സന്ദർശിക്കുന്നതിന് വേണ്ടി മൃതദേഹം കാണുന്നതിന് വേണ്ടി പൊതുദർശനത്തിന് വേണ്ടി ഹാളിലേക്ക് എത്തരുത് എന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ 10 മണിക്കായിരുന്നു മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് പറഞ്ഞത്. 10 മണി വരെ കൃത്യമായി പൊതുദർശനം അനുവദിച്ചിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പൊതുദർശനം അവസാനിപ്പിച്ചത്. പൊതുദർശനത്തിന് ശേഷം മുഴുവൻ മൃതദേഹങ്ങളും ഇപ്പോൾ ഫ്രീസറിൽ നിന്ന് മാറ്റി മയ്യത്ത് കട്ടിലിലേക്ക് മാറ്റി. ഇനി ഇവിടെ നിന്നും ദിക്റുകളുടെ അകമ്പടിയോടെ ദൈവത്തെ സ്മരിച്ചുകൊണ്ട് ഈ 4 മൃതദേഹങ്ങൾ ഒരുമിച്ച് മയ്യത്ത് കട്ടിലുകളിലായി വരിയായി ഇവിടെ നിന്നും തുപ്പനാട്ട് ജുമാ മസ്ജിദിലേക്ക് കൊണ്ടുപോകും. പലപ്പോഴും അവർ മദ്രസ പഠനത്തിനായി പോയിരുന്ന അതേ പള്ളിയിലേക്ക്, അതേ മദ്രസയുടെ അവർ പഠിച്ചിരുന്ന മദ്രസയുടെ അതിൻ്റെ മഹല്ല് പള്ളിയാണ് തുപ്പനാട് ജുമാ മസ്ജിദ് എന്ന് പറയുന്നത്. ആ മഹല്ല് ജുമാ മസ്ജിദിൻ്റെ ഖബർസ്ഥാനിലാണ് ഇവർക്ക് വേണ്ടിയുള്ള അന്ത്യവിശ്രമത്തിലുള്ള ഒരുക്കങ്ങളും നടത്തിയിരിക്കുന്നത്. പോകുന്നതിന് വേണ്ടിയാണ് പലയിടങ്ങളിൽ 4 മയ്യത്ത് കട്ടിലുകൾ പ്രത്യേകമായി സജ്ജീകരിച്ചാണ് ഇപ്പോൾ ഇവിടെ നിന്നും പള്ളിയിലേക്ക് തുപ്പനാട് ജുമാ മസ്ജിദ് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ നിന്നും ഒരു 100 മീറ്റർ മാത്രം അകലെയാണ്. ഓക്കെ അഷ്കർ.